ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉള്ളിത്തണ്ട് വെച്ചിട്ട് ഒരു തോരനാണ്. എല്ലാവർക്കും സുപരിചിതമായൊരു ഡിഷായിരിക്കും. എന്നാലും ഇതിലെ ഒരു വെറൈറ്റി നിങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഇത് വെച്ചിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. ഉള്ളിത്തണ്ട് തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1/4 കിലോയോളം ഉള്ളിത്തണ്ടാണ് എടുത്തിരുന്നത്. അതിൻ്റെ പൂവല്ല നിങ്ങൾക്കറിയാം, അതിൻ്റെ ആ അറ്റത്തായിട്ട് വരുന്ന ചെറിയ മൊട്ട് പൂ പോലുള്ള അത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തതാണ്. ഞാൻ അതിലേക്ക് ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താണ് തോരനായിട്ട് എടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് തയ്യാറാക്കാം. ഈ പാത്രത്തിലിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ഇതിലേക്കിടുകയാണ്. ഇതിലേക്ക് തേങ്ങ ആവശ്യത്തിന് എടുക്കാം. തേങ്ങ ഇഷ്ടമുള്ളവർക്ക്, കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, മഞ്ഞൾപ്പൊടി അതും ഒരു 1/4 ടീസ്പൂണോളം, മുളക് പൊടി, പച്ചമുളക് അല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, മുളക് പൊടിയാണ്. കാര്യം ഉള്ളിത്തണ്ട് പച്ച കളർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പച്ചമുളക് കടിക്കുകയും ചിലപ്പോൾ അത് കുട്ടികൾക്ക് വിഷമം, അവർക്ക് എരിവ് കൂടുതലായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണോളം ചേർക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ഞാൻ ജീരകപ്പൊടി, അത് ഒരു അര ടീസ്പൂണോളം ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ്, ഫൈനൽ നമ്മൾ ഇനി ഇത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന തേങ്ങ അളവ് കുറവാണ് എങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട്, കാര്യം ഇത് ഉള്ളിത്തണ്ട് ഉള്ളി പോലെ തന്നെയാണ്, ഇതിൻ്റെ ആ ഉള്ളിലേക്ക് അത് നമുക്ക് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും. ഇതിനി നമുക്കൊന്ന് കടുക് വറുത്ത് ആവിയിൽ വെച്ച് എടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ടല്ല എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി നമുക്ക് കടുക് വറുത്ത് പാനിലേക്ക് മാറ്റാം. പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നു. ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടുകും വളരെ കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ, ഞാൻ ഈ തോരന് നമ്മൾ വറ്റൽമുളക് ചേർക്കുന്നില്ല. അങ്ങനെ അധികം തോരന് വറ്റൽമുളക് ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാനും വറ്റൽമുളക് ചേർക്കാറില്ല. നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട്, ഇത് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മൾ ഉള്ളിത്തോരൻ വെച്ച് എടുക്കുന്നത് പോലെ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഒരു പഴമയുടെ സ്വാദ് ലഭിക്കുന്ന ഒരു തോരൻ കൂടിയാണ് ഉള്ളിത്തണ്ടിൻ്റെ ഈ തോരൻ എന്ന് പറയുന്നത്. ഞാൻ പല ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഡിഷിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഡിഷ് ഇടണമെന്ന് തോന്നിയപ്പോൾ ആദ്യം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. കാര്യം ഞാൻ കാണാത്തൊരു വിഭവം
എനിക്കറിയാവുന്ന ഒരു വിഭവം നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തന്നെ ഈ ഡിഷ് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് ഒരു 5-10 മിനിറ്റോളം നമുക്ക് ആവിയിലൊന്ന് എടുക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല, നമ്മൾ ആവിയിൽ തന്നെയാണ്. പെട്ടെന്ന് വെന്ത് വരും. തേങ്ങയുടെ ആ ഈർപ്പവും പിന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണ മിക്സ് ചെയ്തതൊക്കെ ഉള്ളത് കൊണ്ട് അത് ഉള്ളിൽ നിന്നും നമ്മൾ മിക്സ് ചെയ്തപ്പം ഒഴിച്ച എണ്ണ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് അത് പുറത്തോട്ട് വരികയും അതിലൂടെ ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കിതെന്തായാലും ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഏകദേശം ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് വെന്ത് കുഴഞ്ഞു പോകുന്ന ഒരു ഡിഷല്ല, അതുകൊണ്ട് തന്നെ ഇത് ഇപ്പം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഇതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള കറക്റ്റ് ഉള്ളിത്തണ്ടിൻ്റെ ടേസ്റ്റ് നമുക്കത് കിട്ടത്തില്ല. കഴിവതും ഇതുപോലെ തന്നെ ചെയ്യുക. നല്ല ആ ഉള്ളിത്തോരൻ, സെയിം ഉള്ളിത്തോരൻ, നമ്മൾ ഉള്ളി എടുത്തിട്ട് തോരൻ വെച്ചാൽ എന്താണ് ആ ഒരു സ്മെല്ല്, നല്ല രീതിയിൽ അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് അപ്പത്തിൻ്റെ കൂടെ നമ്മൾ തോരൻ ചമ്മന്തി യൂസ് ചെയ്യാറുണ്ട്. അതിന് പകരം ഷുവറായിട്ടും വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഇതുപോലത്തെ ഈ ഡിഷ് ഞാൻ വേറെ ഒന്നിലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയതും ഇത് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നതും. ഇതിപ്പോൾ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടില്ല. അടിയിലൊന്നും നമ്മൾ ആദ്യം ആ വെളിച്ചെണ്ണ യോജിപ്പിച്ചപ്പം വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ടാണ് ഇത് അടിയിൽ പിടിക്കാത്തതും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഉള്ള ആ ഒരു വെളിച്ചെണ്ണ മയം. കാര്യം നമ്മൾ ആ കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചത്, പിന്നെ കടുക് താളിച്ചപ്പോൾ ഉള്ള എണ്ണയും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ കുറച്ച്, ഇപ്പം ഞാൻ എടുത്തതിലും കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കാര്യം തേങ്ങ ഇപ്പം ഡ്രൈ ആയപ്പോൾ തേങ്ങയിലുള്ള ഓയിലും ഇറങ്ങി ആ ഒരു ഇതായിട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിപ്പം നമ്മുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് ഇതാണ് ഇതിൻ്റെ വേവ്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നീട് എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, ഇതിപ്പോൾ ടോട്ടൽ ഞാൻ ഇത് വീഡിയോ എടുത്ത് ഇതിപ്പോൾ കറക്റ്റ് ഒരു 50 മിനിറ്റ്സ് ആയിട്ടേ ഉള്ളൂ. 15 മിനിറ്റിനുള്ളിൽ എനിക്കിവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നല്ലൊരു ഡിഷാണ്. താങ്ക് യു. ബൈ.